ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുവാതിരയാണല്ലോ, അപ്പോൾ തിരുവാതിര പുഴുക്കുണ്ടാക്കണതാണെന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. ഈ പുഴുക്കുണ്ടാക്കാൻ ഇത്രയും കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇത്രയും കാച്ചിൽ, ഞങ്ങളിവിടെ കാവത്തെന്ന് പറയും, പിന്നെ ഒരു 1.5 ഗ്ലാസ് കടല പുതർത്തിയതാണ്, പിന്നെ 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്, ഇത്രയും ചേമ്പ് എടുത്തിട്ടുണ്ട്. ഈ കപ്പയും ചേമ്പും കാവത്തൊക്കെ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ് കേട്ടോ. കടല രാത്രി വെള്ളത്തിലിട്ടതായിരുന്നു, അത് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഇനി അത് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കുക. ഈ കപ്പ വെന്താലും ഒരു കട്ട് കളയാണ്ടല്ലോ, അത് കാരണം വേറെ ഒരു കുക്കറിലിട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ കയറ്റിയെടുക്കുക. ഇനി ആ കടല വേവിച്ച കുക്കറിലേക്ക് ആദ്യം കാവത്ത് മുറിച്ചതിട്ട് കൊടുക്കുക, പിന്നെ പച്ചക്കായും ചേമ്പും കൂടി ഇട്ട് കൊടുക്കുക. ഈ കടല ഒരു 4 പ്രാവശ്യം തന്നെങ്കിലും വിസിൽ വരണം കേട്ടോ, എന്നാലേ കടല നല്ലോണം വെന്ത് പാകമായി കിട്ടുള്ളൂ. ഇപ്പം കഷ്ണങ്ങളൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ പിന്നെ അവസാനം പാകം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കഷ്ണം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് മൂടിയിട്ടിട്ട് ഒരു 2 വിസിൽ കയറ്റിയെടുക്കുക. അപ്പോഴേക്കും 1 മുറി തേങ്ങ ചിരകിയത്, ഒരു 3-4 വെളുത്തുള്ളി അല്ലി, 8-10 ചുവന്നുള്ളിയുടെ അല്ലി, 1/2 ടീസ്പൂണ് ജീരകം, ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. കപ്പ വെന്തത് കുക്കറിൽ നിന്ന് കട്ടൊക്കെ ഊറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കടല നല്ലോണം വെന്തതും ആ കപ്പയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ വെന്തത് ആവിയൊക്കെ പോയതിൻ്റെ ശേഷം അതും ഈ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആക്കിയത് എന്താ വെച്ചാൽ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണമെങ്കിൽ ഈ വലിയ പാത്രത്തിലേക്ക് ആക്കിയാലേ കഴിയുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ അതിലേക്ക് മാറ്റിയത്. ഞാൻ അരച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് കറിവേപ്പില മേതിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ കടലയ്ക്ക് പകരം വൻപയറും ചെറുപയറും ഒക്കെ എടുക്കട്ടോ. അത് 2 ഏകാദശി ഇതിൻ്റെ മുന്നേ വന്നപ്പോൾ ഞാൻ അതൊക്കെ ഇട്ടിട്ടാണ് പുഴുക്കുണ്ടാക്കിയത്, അതുകൊണ്ടാണ് ഞാൻ കടലയാക്കിയത് ഇപ്രാവശ്യം. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേതെ ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടി കറിവേപ്പില മേതിട്ട് കൊടുക്കുക. ഈ കറിവേപ്പിലേൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും ഈ പുഴുക്കിലേക്ക് നല്ലോണം ഇറങ്ങണം. അതിന് വേണ്ടിയിട്ട് ആ പുഴുക്കൊക്കെ കൂടി ഒന്ന് അതിൻ്റെ മേതയ്ക്ക് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് 5 മിനിറ്റ് നേരം അങ്ങനെ വെക്കുക. ആ വെളിച്ചെണ്ണയൊക്കെ കൂടി, എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ ഒരു അടിപൊളി തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം തന്നെങ്കിലും ഇങ്ങനെ ഒരു പുഴുക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് ഞാൻ നുറുക്ക് ഗോതമ്പിൻ്റെ കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ തിരുവാതിര സൂപ്പറായിട്ടുണ്ട്. ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ.